അത് അതുപോലത്തെ ഒരു ലോകമായിരിക്കണം. ആരാ? ജോമന്റെ വീടല്ലേ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ സൈമൺ, ജോമന്റെ ഫ്രണ്ട്സാ. സൈമൺ? അങ്ങനൊരു ഫ്രണ്ട് അവനില്ലായിരുന്നല്ലോ. സാറേ, ഒരു ഐപോഡ്. ആരാടാ നീയൊക്കെ? നിനക്കൊക്കെ എന്താ വേണ്ടേ? അല്ല, ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതവന് അവസാനമായിട്ടൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. കത്തിച്ചു കളഞ്ഞില്ലേ നീയൊക്കെ? പിന്നെ ഏത് ജോമോനെ തിരക്കിയാടാ നീയൊക്കെ വന്നിരിക്കുന്നത്? ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നുണ്ടല്ലോ, തീർക്കും ഞാൻ എല്ലാത്തിനും. ഇറങ്ങി പോടോ. ആ ഐപോഡിനകത്ത് എന്തോ ഉണ്ട്. ഏത് ഐപോഡ്? നമ്മൾ അർജുന് കൊടുത്ത ഐപോഡ്. എടാ, നീ എന്നെ അടിക്കത്തില്ല, ഞാൻ ഒരു സത്യം പറയാം. അതിൻ്റെ അകത്തൊന്നുമില്ല. അതെങ്ങനെ നിനക്കറിയാം? ഇത് വല്ലതുണ്ടോ ഓർത്തുകൊണ്ട് ഞാൻ കോപ്പി ചെയ്താ. അതിൻ്റെ അകത്തൊരു തേങ്ങയില്ല. ആകെ ഉള്ളത് കുറച്ച് ഫോട്ടോസും കുറേ പേരുടെ അഡ്രസ്സും. ഇതിലൊന്നും ഇല്ലടാ, ഞാൻ നോക്കിയതല്ലേ. ഒന്നും വേണ്ടാതിരിക്കാം. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചക്ക് കത്തിച്ചത് ആ ഐപോഡ് കേസില്ലേ, ജോമോ ഡോക്ടർ. ഡോക്ടർ ജോമോൻ അവനാള്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല, പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ട്. ഇവരൊക്കെ ആരാന്ന് നമുക്കറിയണം. അശ്വതിക്ക് എന്താ പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്? ക്യൂൻ ഹോസ്പിറ്റലില്. അപ്പൊ തന്നെ ICU കയറ്റി. പിന്നെ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് ആണെന്ന്. ഗവൺമെന്റിൽ നിന്ന് ലീവിന് വീട്ടിൽ വന്ന് നിന്നതോ. ചെറിയൊരു തലവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതാ അസുഖം എനിക്കറിയില്ല മോനെ. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ അടുത്തുള്ള വലിയൊരു ആശുപത്രിയാ, ക്യൂൻ. പിന്നെ എൻ്റെ മോള് മറ്റുള്ളവരിലൂടെ ജീവിക്കുമെന്ന് അറിഞ്ഞപ്പോഴാ ഞാനതിന് സമ്മതിച്ചത്. നൗഷാദ് കാ, നമ്മളെ കായംകുളം ഷാജാൻ യൂണിറ്റിലെ അഫ്സലിന്റെ നമ്പറും തരുമോ? എന്തു പറ്റി സൈമോ? ഒന്നുമില്ല, കാര്യം ഞാൻ നേരിട്ട് പറയാം. എടാ, അഫ്സൽ മരിച്ചിട്ട് 3 മാസമായി. എടാ, അഫ്സൽ പെയിന്റർ ആയിരുന്നേ. ഏതൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണാ മരിച്ചത്. 2 പിള്ളേരും കൊണ്ട് ഫാമിലി കുറച്ച് കഷ്ടത്തിലാ. എടാ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അത് ചെയ്യാക്കാം. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? ക്വീൻസ് ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. ക്യൂൻ ഹോസ്പിറ്റലിൽ. മാളു, ഇന്ന് അങ്കിള് പള്ളിയിൽ പോയപ്പോ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. ആണ്ടോ അസുഖമൊക്കെ പെട്ടെന്ന് മാറണി. ശ്വാസം വലിച്ചേ. ആ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് മാറും. മരുന്ന് കഴിക്കണേ. എന്നാ വേഗം വീട്ടിൽ പോ. അവിടെ ചെന്ന് പൂച്ചയുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ, മോളെ മക്കളെ കരയില്ലേടാ, ഇപ്പൊ കഴിയും, ഒന്നുമില്ല കേട്ടോ. തീർന്നല്ലോ. മോളെ 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 മോളെ. ഏയ്, എന്തുറ്റി? എന്റെ മോളാ സാറേ. മോക്ക് ഓപ്പറേഷൻ പറഞ്ഞു. എനിക്കൊന്നും ഞാൻ നോക്കാം. ഡോണ്ട് വറി. Hey man, what are you doing? Out! Out! Get out, man! Out! ഡോക്ടർ ആശുപത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്റെ മോളെ കൊന്നതാ. അർജുനൊരാൾക്കെതിരെ
എന്നെ പോലൊരു സാധാരണക്കാരൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇവർക്കെല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് മസ്തിഷ്ക മരണമാണ്, ബ്രെയിൻ ഡെത്ത്. രക്ഷപ്പെട്ടു പോകാവുന്ന കേസുകൾ പോലും മനഃപൂർവ്വം ബ്രെയിൻ ഡെഡ് ആണെന്ന് ധരിപ്പിച്ച് ഓർഗൻസ് എടുക്കും. കോടികളുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്യൂൻസ് ഹോസ്പിറ്റൽ അർജുനൻ്റേതാണ്. ആ ചെറുക്കനെ കത്തിച്ചു വന്നത് അർജുനാണല്ലേ? പണ്ടൊന്നും ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇക്കണക്കിന് ആളുകൾ എന്ത് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ പോകും? ഇവിടെ നീ തട്ടിക്കൊണ്ടുവന്ന കുട്ടികളെ ഓർഗൻ ട്രീറ്റിന് വേണ്ടി പുറത്തേക്ക് കിടത്തും. പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അയാൾ തന്നെ സെറ്റാക്കിയാണ് ഈ ഭിക്ഷാടനം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സേമ? നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പം തന്നെ പോലീസിൽ അറിയിക്കണം. അവരൊക്കെ വലിയ ടീമാ. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്റെ മൂസക്ക, നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇതിപ്പോ പോലീസ് അറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അർജുനെ ലോക്ക് ചെയ്യണം. വന്നിരിக்கிற ഇടം സൂപ്പർ പാട്ടായ കലപ്പില. വിജയ് രസികർ മണ്ഡലവും CA സാറും ഉണ്ടല്ലോ. എല്ലാരും കൂടെ രാത്രി എന്താ ഇവിടെ പരിപാടി? നിന്നെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബാസ്റ്റിൻ, മുതലാളി, ഒരുത്തനെയും വെളിവിടരുത്. ഷട്ടർ. മെയിൻ സ്വിച്ച് എവിടെയാ? മെയിൻ സ്വിച്ച് നേരെ ചെന്നിട്ട് അടുത്തോട്ട് പോയാൽ നേരെ പോയിട്ട് എടുത്തോ. താങ്ക് യു. അതെ, റീഡിംഗ് എടുക്കാനല്ലേ? അതെ അതെ അതെ, നടക്കട്ടെ. റീഡിംഗ് എടുക്കുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാരെ വെച്ചാൽ ഓർഗൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, എന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇടവരരുന്നു. അടക്കാൻ പറ്റണല്ലോ മുതലാളി, ക്രീസില്ല. கொஞ்சம் ஓப்பன் பண்ணி வைங்க சார், ஆവശ്യം വരും. തമ്പാനൊരു തട്ടുകടയില് പൊറോട്ട അടിച്ചു തുടങ്ങിയതായി അർജുനൻ. ഇപ്പൊ കുറച്ചങ്ങ് വളർന്നു. നിനക്കൊന്നും മുട്ടാൻ പറ്റിയല്ല. ഇത്ര ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോ കുറച്ചുകൂടെ ആളെ കൂട്ടായിരുന്നു. ഇനി ഒരുത്തനോടൊന്ന് ജീവനോടെ പോവില്ല. സാറേ, യുവന്മാരൊക്കെ ഈ പിരിപോയ കേസാന്ന് വെക്കാം. വരുന്ന ഇലക്ഷനൊക്കെ നിന്ന് മന്ത്രിയായിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു സാറിന്. ഇനിയിപ്പോ എന്താ? കഴിഞ്ഞു. നിർത്തണം. കുറെ നേരം ഞാൻ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നീയൊക്കെ എന്ത് കൊണച്ചെന്നാണ് ഈ പറയുന്നത്? എടാ, ഒരു പണി വൃത്തിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏക്കരുത്. എനിക്ക് ജയ് വിളിക്കാനും എന്റെ കട്ടൗട്ട് വെക്കാനും ഒരു ചെലവില്ല. ഞാൻ സെറ്റ് ചെയ്ത പിള്ളേരവര് രണ്ടുകൂടെ കളിച്ച് കളഞ്ഞില്ലേ? എടാ, നിനക്കൊക്കെ ഇത് എന്തിന്റെ കഴപ്പാണ്? ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? നിന്റെ കൊച്ചിനൊരു കുഴപ്പമില്ലാതെ തിരിച്ചു തന്നില്ല ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ പുറകെ വന്നത്? നമ്മുടെ പയ്യന്മാരാ ചൂളേന്ന് വല്ല പിള്ളേരും പൊക്കിയായിരുന്നു. കേട്ടാ, ആ ചൂളയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു തെണ്ടിയുടെ കൊച്ചാണ്. ഇപ്പൊ ഇളകുമല്ല അവിടെ കടന്ന കുളറെന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ആളുടെ കൊണ്ട് തള്ളേനെ. തൊണ്ടികൊല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ളതെങ്ങാനും പുറത്ത് വന്നോ? സോറി സൈമൺ, ഗെയിം ഓവർ. സാറെന്താ മങ്കാത്ത കളിക്കുവാണോ? സാറ് വില്ലനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു.
സാറ് വിചാരിക്കും സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാറിനെ ഞങ്ങളാ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗെയിം ഓവർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ കോയിൻ മേലോട്ടിട്ടാൽ മതി. മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്തോളാം. നിനക്കല്ലേ ഇടിക്കില്ലേ? പോയി ഇടിക്കടാ. പൊളിക്കണം സൈമ. സാറേ, ഞങ്ങൾ ഈ കട്ടൗട്ടൊക്കെ വെച്ച് പാലഭിഷേകം നടത്തിക്കൊണ്ട് നടക്കുന്നവരാ. പക്ഷെ ഫാൻസുകാർ വെറും മണ്ടന്മാരല്ല. ഞങ്ങൾ ആരുടെ ഒന്നും പ്രതീക്ഷിക്കാതെയാ സ്നേഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ജയ് വിളിക്കാനല്ലേ? നിങ്ങളെ എൻ്റെ സ്വന്തം അണ്ണനെ പോലെ കണ്ടത്. അതുകൊണ്ടാ കൊല്ലാതെ വിടുന്നത്. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்சு நானே கேட்க மாட்டேன். നമ്മളെല്ലാരും ആത്മസംയമനം പാലിക്കണം. അന്നാണ് എനിക്ക് ശരിക്കും വിജയ് ഫാൻസിന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അന്നെങ്കിലും മനസ്സിലായില്ല. അവന്മാരെന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്നാ? കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. എടാ ഗോപു, ഈ ലോകത്ത് തെറ്റിയാത്തവരുടെ ആരെങ്കിലും ഉണ്ടടാ? ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. അത്യാഗ്രഹം ആപത്താണ്. അല്ല, സാറിന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെ? ആ അർജുനനും ഭീമനും. ഞാൻ നോക്കട്ടെ. നമുക്ക് ജാസ്തി നമുക്ക് ഏത് നേരത്ത് സാറേ നമുക്ക് പറ്റാത്തവന്മാരെ അടുക്കള കയറ്റുന്നത് ഉള്ള ഉപ്പെല്ലാം മാറിയിട്ടേക്കാന്ന്. സാറേ, അപ്പൊ ഈ പോക്കീസ് എങ്ങനെ ഇപ്പൊ എവിടെ ഉണ്ട്? ശരിയാണല്ലോ, പുള്ളിക്കാരിപ്പോ ഇവിടെ ഉണ്ട്.
പോക്കിരി സേമ. എടോ ലാത്തി വീശണോ വെടിവെക്കണോന്നൊക്കെ ഞാൻ പറയും. തനിക്ക് സൗകര്യമില്ലെങ്കിൽ പറ. ഇവിടെ കേരള പോലീസിൽ വേറെ ആമ്പിള്ളേരുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. മേലെ കയറി നിന്നിട്ടാണോടോ സല്യൂട്ട് ചെയ്യുന്നത്? അല്ല, താഴെ ഇറങ്ങ്. ഇനി സല്യൂട്ട് ചെയ്യ്. പൊയ്ക്കോ. സല്യൂട്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ കിഴങ്ങന്മാര് കയറിയിട്ടുണ്ട് ഇപ്പൊ കേരള പോലീസ്. കിഴങ്ങനോ? ഞാനോ? ഒരു 2 മിനിറ്റ്.